ബസ്സുകളുടെ അമിത വേഗവും മത്സര ഓട്ടവും ഒക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ കുറച്ചൊന്നുമല്ല. ദിനംപ്രതി എന്നോണം അപകട വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. മത്സര ഓട്ടം മൂലം സ്റ്റോപ്പുള്ള പലയിടങ്ങളിലും ബസ് നിർത്താതെ പോകുന്നതും കാണാറുണ്ട്. സമാനമായ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. യാത്രക്കാരെ പെരുവഴിയിലാക്കുകയാണ് ആറുവരി പാതയിലൂടെയുള്ള ബസ്സുകളുടെ മത്സര ഓട്ടം. ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ പ്രധാന റോഡ് മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഈ പ്രശ്നം ഇപ്പോഴുണ്ട്. ദേശീയപാത 66 ആറുവരി പാതയിലൂടെ കടന്നു പോകുന്ന ബസ്സുകളാണ് യാത്രക്കാരെ വലക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ പ്രധാന പാതയിലൂടെ മാത്രം പോവുകയാണ്. ആറുവരി പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ ദീർഘദൂര ബസ്സുകളും മിക്ക ചെറു ബസ്സുകളും സർവീസ് നടത്തുന്നത് ആറുവരി പാതയിലൂടെയാണ്. ഇതോടെ സർവീസ് റോഡിലെ ബസ് സ്റ്റോപ്പുകളിൽ കാത്തിരിക്കുന്ന യാത്രക്കാർ പെരുവഴിയിലായ അവസ്ഥയാണ്. മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ, സ്പിന്നിംഗ് മില്ല്, കാക്കഞ്ചേരി, പൈങ്ങോട്ടൂർ, ചെട്ടിയാർമാട്, കോഹിനൂർ, പാണാമ്പ്ര, ചേളാരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ യാത്രക്കാരാണ് പ്രയാസപ്പെടുന്നത്. ഇത്തരം ബസ്സുകളിൽ കയറി വരുന്ന യാത്രക്കാർക്ക് ഇറങ്ങേണ്ട പ്രദേശമെത്തുമ്പോൾ ആറുവരിപ്പാതയിൽ ഇറക്കി വിടുന്നതും പതിവാണ്. യാത്രക്കാർ ഇറങ്ങുന്നത് സർവീസ് റോഡിന് സമാനമായ സ്ഥലത്താണെങ്കിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ചാടിക്കടന്നും ഉയരത്തിലോ താഴ്ചയിലോ ആയ സ്ഥലമാണെങ്കിൽ ഏറെ നേരം ചുറ്റിത്തിരിഞ്ഞും സർവീസ് റോഡിൽ കയറേണ്ട ദുരവസ്ഥയാണ് യാത്രക്കാർക്ക്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്നത്. ദീർഘദൂര ബസ്സുകളെല്ലാം അവിടെ താഴെ അടിഭാഗത്തു കൂടെയാണ് പോകുന്നത്. ഇങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അത് ഇന്നലെ വി സിയെ കണ്ട് ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി ഇത് സംബന്ധിച്ച് പ്രത്യേകം പ്രമേയം പാസാക്കി വി സിക്ക് കൊടുത്തിട്ടുണ്ട്. യാത്രക്കാർ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മാത്രം ചില ബസ്സുകൾ സർവീസ് റോഡിലൂടെ പോകുന്നുണ്ടെന്നും നട്ടുച്ച സമയത്ത് ഉൾപ്പെടെ റോഡരികിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. യാത്രക്കാർ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരം ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. മണിക്കൂറുകളാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കേണ്ടി വരുന്നത്. പലയിടത്തും വേണ്ട സമയത്ത് എത്തിച്ചേരാനും സാധിക്കുന്നില്ല. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. സർവീസ് റോഡിലൂടെ ബസ്സുകൾ പോകുന്നേ ഇല്ല. KSRTC അടക്കമുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ പോകുന്നേ ഇല്ല. എല്ലാ ബസ്സുകളും NH 66 പോകുന്നത്. അതിനെതിരെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കുക തന്നെ വേണം. ആൾക്കാർ ഇവിടെ കാത്തിക്കുക എന്നല്ലാണ്ടേ ബസ് നമുക്ക് കിട്ടലൊന്നുമില്ല. ഇപ്പോൾ രാവിലെ കോളേജിൽ പോവുകയാണെങ്കിലും അവിടുന്ന് ബസ് അവിടെ നമ്മളിവിടെ കാത്തിക്കുകയാണെങ്കിൽ അവിടെ നിർത്തുന്നില്ല. നമ്മൾ താഴത്തേക്ക് അവിടെ വരെ പിന്നെ വണ്ടി വിളിച്ച് അവിടെ പോയിട്ട് പിന്നെ കയറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയിലൊക്കെ ഇവ തൃശ്ശൂർ അതുപോലെ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ അവർ വരുമ്പോൾ അവരെ എവിടെയാണ് ഇറക്കാൻ ബസ്സുകാർക്ക് സൗകര്യമെങ്കിൽ അവിടെ ഇറക്കിയിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ RTO ഉൾപ്പെടെയുള്ള അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് വരണം. പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി പല ജനങ്ങളും ഇവിടെ വന്നിട്ട് 100 രൂപയും 200 രൂപയും എല്ലാം കൊടുത്തിട്ട് ബസ് നിർത്തുന്ന സ്റ്റോപ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ദൂരെ പോയിട്ട് ബസ് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ 8 കിലോമീറ്ററോളം ഈ ദൂരപരിധിയുള്ള ആളുകൾ ഈ ഹൈവേയിലേക്കാണ് ആശ്രയം തേടി വരുന്നത്. ആ സമയത്ത് ബസ്സുകളെല്ലാം മുകളിലൂടെ പോവുകയും ഈവൻ ഗവൺമെൻറ് KSRTC പോലും മുകളിലൂടെ പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനൊരു അറുതി വരണം. ഈ NH 66 യാത്ര ചെയ്യുന്ന ബസ്സുകൾ അത് മാറ്റിയിട്ട് സൈഡ് റോഡിലൂടെ യാത്ര നിർവഹിക്കണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിമാരും അതുപോലെയുള്ള ഈ റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണം എന്നാണ് യാത്രക്കാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്.